ഹരിതഭൂമി എന്ന ഈ പാഠത്തിന്റെ തുടക്കത്തിൽ ചുറ്റുപാടുമുള്ള സസ്യങ്ങൾ ലിസ്റ്റ് ചെയ്യിക്കാം. അതിനുശേഷം ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പോലെ ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഏതെല്ലാം ഭാഗങ്ങൾ എന്നുള്ളത്: പൂവ്, കായ്, ഇല, തണ്ട്, വേര്. അപ്പോൾ ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ നോർമലി അത്രയും ഭാഗങ്ങളാണ് വരയ്ക്കുന്നത്. അത് ചെയ്യിക്കാം. അതിനുശേഷം സൈഡിൽ 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്: വേര്, തണ്ട്, ഇല. അപ്പോൾ അവിടെ ചെടിയുടെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ 3 വേര്, തണ്ട്, ഇല. പിന്നീട് വരുന്ന പൂവും കായും ഒക്കെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഉണ്ടായി വരുന്നവയാണ്. അപ്പോൾ പ്രധാന ഭാഗങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ 3 ഭാഗം ലിസ്റ്റ് ചെയ്യാനായിട്ട് മതിയാകും. നെക്സ്റ്റ് ആക്ടിവിറ്റി തരം തിരിക്കാം എന്നുള്ളതാണ്. സസ്യങ്ങൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവയെ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ട് അവിടെ വ്യത്യാസങ്ങൾ ലിസ്റ്റ് ചെയ്യാം. വലിപ്പം വ്യത്യാസമുണ്ട്, തണ്ടിൻ്റെ കാഠിന്യം, നിലനിൽക്കുന്ന കാലം, ഇലയുടെ ആകൃതി, പൂക്കളുടെ നിറം, അങ്ങനെ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അവയെല്ലാം നമുക്ക് അവിടെ രേഖപ്പെടുത്താം. പേജ് നമ്പർ 9 തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ പേരെഴുതുക. അതിനുശേഷം താഴെ ഒരു ടേബിൾ ഉണ്ട്. അതിൽ തണ്ട്, വലിപ്പം, നിലനിൽക്കുന്ന കാലം ഇവയുടെ അടിസ്ഥാനപ്പെടുത്തി ചെടികളുടെ പ്രത്യേകതകൾ ടിക്ക് കൊടുക്കാനാണ്. ചീരയുടെ തണ്ട് മൃദുവാണ്, വലിപ്പം ചെറുതാണ്, നിലനിൽക്കുന്ന കാലം മാസങ്ങളാണ്. അപ്പോൾ അതിനുശേഷം നെല്ലും ആ ഒരു സെയിം തന്നെയാണ്. മരങ്ങൾ വരുമ്പോൾ വളരെ കാഠിന്യമുള്ള തണ്ട്, ഒരുപാട് വർഷം ജീവിക്കും, വലിപ്പം കൂടുതലാണ്. പിന്നീട് റോസ് വരുമ്പോൾ അത് കാഠിന്യമുള്ളത്, ഇടത്തരം, വർഷങ്ങൾ, അങ്ങനെ വ്യത്യാസപ്പെടുന്നു. ഇത് മരങ്ങൾ, ചെറിയ ചെടികൾ, അതായത് ഔഷധികൾ, പിന്നെ കുറ്റിച്ചെടികൾ. ഈ 3 കാറ്റഗറൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 10 ടേബിളിനെ ബേസ് ചെയ്തിട്ട് ചെടികളെ ഔഷധികൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ എന്തെങ്കിലും തരം തിരിച്ചിരിക്കുന്നു. അവയുടെ പ്രത്യേകത എഴുതാനാണ്. ഔഷധികൾ വരുമ്പോൾ തണ്ട് മൃദുവാണ്, മാസങ്ങൾ മാത്രം നിലനിൽക്കുന്നു, ആഴത്തിൽ വേരോട്ടമില്ല, അതുപോലെ തന്നെ വളരെ ഉയരമില്ലാത്ത ചെറിയ ചെടികളാണ്. മരങ്ങൾ വരുമ്പോൾ വളരെ കാഠിന്യമുള്ള തണ്ട്, വളരെയധികം വർഷങ്ങൾ ജീവിക്കുന്നു, വലിപ്പമുള്ളവയാണ്. പിന്നീട് വരുന്നത് കുറ്റിച്ചെടികളാണ്. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഇവ ഒരുപാട് ഉയരമില്ലാത്ത മീഡിയം സൈസിൽ വളരുന്ന ചെടികളാണ്. കട്ടിയുള്ള തണ്ട്, ഇടത്തരം വലിപ്പം എന്നിവയാണ് കുറ്റിച്ചെടികളുടെ പ്രത്യേകതകൾ. പിന്നീട് അടുത്തത് ടേബിളാണ്. ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ ലിസ്റ്റ് ചെയ്യാനുള്ള ടേബിളാണ്. ഔഷധികൾ എന്ന് പറയുമ്പോൾ കട്ടിയില്ലാത്ത സസ്യങ്ങളൊക്കെ ഔഷധിയിൽ പെടും. ചീര, തുമ്പ, വാഴ, നെല്ല്, ഗോതമ്പ്, റാഗി എന്നിവയൊക്കെ അതിൽ പെടും. കുറ്റിച്ചെടികൾ വരുമ്പോൾ ചെമ്പരത്തി, റോസ, കാപ്പിച്ചെടി, ചെത്തി, തുളസി, അങ്ങനെയൊക്കെ. മരങ്ങൾ ധാരാളമുണ്ട്, അവ ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഭാഗത്ത് ചേർത്ത് വരയ്ക്കാനാണ്. കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ എന്നിവയെ ചേർത്ത് വരയ്ക്കാനാണ്. നെക്സ്റ്റ് പോർഷൻ പേജ് നമ്പർ 12 വള്ളിച്ചെടികൾ എന്നുള്ളതാണ്. വള്ളിച്ചെടികൾ 2 തരമുണ്ട്. ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ നിലത്ത് പടർന്നു വളരുന്നവ. അവയ്ക്ക് ചെറിയ ചെറിയ വേരുകളുണ്ടാവും. താങ്ങിൽ പറ്റിപ്പിടിച്ച് വളരുന്നതാണ് രണ്ടാമത്തെ സെക്ഷൻ. അതായത് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിൽ ചുറ്റിപ്പിടിച്ച് വളരുന്നു. അങ്ങനെയുള്ള വള്ളിച്ചെടികൾക്കാണ് ടെൻഡ്രിൽസ് ഉണ്ടാവുക. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ വള്ളികളായി പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, തണ്ട് നീളമുള്ളതാണ്, മൃദുവാണ്. ചില വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റിപ്പിടിച്ച് വളരുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ പാഷൻ ഫ്രൂട്ട്, കോവൽ, പാവൽ, മോർണിംഗ് ഗ്ലോറി. നെക്സ്റ്റ് ജലസസ്യങ്ങളാണ്. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. അവയുടെ പ്രത്യേകതകൾ നോക്കുമ്പോൾ തണ്ടിൽ വായുവറകളുണ്ട്, ഇലയിൽ മെഴുകുപോലെ ആവരണമുണ്ട്, ഇലകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ചില ജലസസ്യങ്ങളുടെ ഇലകൾ നന്നായിട്ട് വട്ടത്തിലാണ്, പരന്നതാണ്. അതുപോലെ തണ്ട് കട്ടി കുറഞ്ഞതാണ്. വേരുകൾ ഭാരം കുറഞ്ഞ ചെറിയ വേരുകളാണ്. ജലസസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആമ്പൽ, താമര. തന്നിരിക്കുന്ന പിക്ചർ 3ാമത്തെ വാട്ടർ ഹയസിൻ്റ് ആണ്, അതായത് പോളച്ചെടി അല്ലെങ്കിൽ കുളവാഴ എന്നും പറയും. നെക്സ്റ്റ് പോർഷൻ പേജ് നമ്പർ 13 വിത്തിനുള്ളിലെ ജീവൻ. ഈ ഭാഗം എടുക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് ബുക്കിലെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി വിത്തിനെ കുറിച്ചുള്ളതാണ്. അതിനുശേഷം അത് പാഠഭാഗത്തിലേക്ക് കടക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വിത്ത് മുളപ്പിക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടാം. എളുപ്പത്തിൽ മുളയ്ക്കുന്നത് വെച്ചിട്ട് പയർവിത്താണ് പറഞ്ഞിട്ടുള്ളത്. പയർവിത്ത് മുളപ്പിക്കുക, എത്ര ദിവസം കൊണ്ടത് മുളച്ചു, ഇല വന്നു, അങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ചിത്രമായി രേഖപ്പെടുത്തുക, വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട്, നിരീക്ഷണക്കുറിപ്പ് എഴുതുക. അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അവ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതാണ്. ഒരു പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്, അതും ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഹാൻഡ് ബുക്കിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ വിത്തിനുള്ളിലെ ജീവൻ എന്ന ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്ന ഏത് ഭാഗമായിരിക്കും? അത് ബീജമൂലമാണ്. ബീജമൂലം വളർന്ന് പിന്നീട് ചെടിയുടെ വേരായിട്ട് മാറുന്നു. അടുത്തത് രണ്ടാമത്തെ ഭാഗം ഏതാണ്? വിത്ത് മുളച്ച് പുറത്തു വരുന്ന രണ്ടാമത്തെ ഭാഗം ബീജശീർഷമാണ്. അത്
ചെടിയുടെ തണ്ടായിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. പയർവിത്ത് മുളച്ച് പുതിയ ചെടി ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. വിത്തിൽ നിന്നല്ലാതെ എങ്ങനെ ചെടി ഉണ്ടാവും എന്നുള്ളതാണ് ഈ പോർഷൻ. അപ്പോൾ ഇവിടെ വിത്ത് മുളച്ചുണ്ടാകുന്നത് മത്തൻ, പയർ, കൂടുതൽ എക്സാമ്പിൾ എഴുതി ചേർക്കുക. വേരിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നത് കടപ്ലാവ്, കറിവേപ്പ്, സ്ട്രോബെറി, അതൊക്കെയും വേരിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാവുക. ഇനി സ്റ്റെം, കാണ്ഡം, ചെത്തി, റോസ്, മുല്ല, നിശാഗന്ധി എന്നിവയൊക്കെ കാണ്ഡം നട്ടിട്ടാണ് പുതിയ ചെടി ഉണ്ടാവുക. അപ്പോൾ നിശാഗന്ധി ഇലയാണോ എന്നൊരു സംശയം തോന്നാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രെയിനിങ്ങിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇലയല്ല, സ്റ്റെം തന്നെയാണ്. നമ്മുടെ ഹാൻഡ് ബുക്കിലും ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലയിൽ നിന്നും പുതിയ തൈകൾ മുളച്ച് വരുന്നത് ഇലമുളച്ചി. നെക്സ്റ്റ് പോർഷൻ സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. അപ്പോൾ വേരിൻ്റെ ധർമ്മം മനസ്സിലാക്കാനും സ്റ്റെമ്മിൻ്റെ ധർമ്മം മനസ്സിലാക്കാനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് മഷിത്തണ്ട് പരീക്ഷണം ഇവിടെ വരിക. 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നോർമൽ വാട്ടർ, രണ്ടാമത്തതിൽ കളറുള്ള വെള്ളം, മൂന്നാമത്തതിൽ വെള്ളമില്ലാത്തത്. എന്നിട്ട് മഷിത്തണ്ട് ചെടികൾ എടുക്കുക. ഈ വേരുകൾക്ക് ക്ഷതം സംഭവിക്കാത്തത് വേണം എടുക്കാൻ. അതിനുശേഷം അല്പം സമയം വെയിലത്ത് വെച്ച് വാടിക്കുക ചെടി. അതിനുശേഷമാണ് അത് വെള്ളത്തിൽ ഇറക്കി വെക്കേണ്ടത്. എന്നിട്ട് കുറേ സമയം കഴിയുമ്പോൾ നിരീക്ഷിക്കുക. അപ്പോൾ വെള്ളമില്ലാത്ത ചെടി നോർമലി വാടിപ്പോയിട്ടുണ്ടാവും. ഇനി വെള്ളം ഉള്ള ടെസ്റ്റ് ട്യൂബിൽ വെച്ച ചെടികൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത്? വേര് ജലം വലിച്ചെടുത്തത് കൊണ്ട്. ഇനി കളർ വെള്ളത്തിൽ വെച്ചതിൻ്റെ അകത്ത് റെഡ് കളർ വെള്ളമുള്ള ടെസ്റ്റ് ട്യൂബിൽ വെച്ചതിൽ ആ ചെടിക്ക് സ്റ്റെമ്മ് റെഡ് കളറായി മാറിയതായിട്ട് കാണാം. അങ്ങനെ വേര് ഈ ജലം വലിച്ചെടുക്കുന്നു എന്ന കൺസെപ്റ്റും വേര് വലിച്ചെടുത്ത ജലം സ്റ്റെം ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ള കൺസെപ്റ്റുമാണ് ഇവിടെ വരേണ്ടത്. പരീക്ഷണക്കുറിപ്പിൻ്റെ മോഡൽ ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേജ് നമ്പർ 16 തണ്ട്, ഇല, വേര് അവയുടെ ധർമ്മം കറക്റ്റ് അതിൻ്റെ വരച്ച് യോജിപ്പിക്കാനായിട്ടാണ് അത് ചെയ്യുക. ഇനി ഇലകളുടെ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി കാർഡ് നിരീക്ഷിച്ച് ഇലകളുടെ പേരുകൾ എഴുതുക, പട്ടികപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് അവയുടെ പ്രത്യേകത, ആകൃതി, മണം, നിറം അവയൊക്കെ വ്യത്യാസമാണെന്ന് കാണാം. ഇപ്പോൾ മാവ്, അതിൻ്റെ ഇല നീണ്ടതാണ്, മണമുണ്ട്, പച്ച നിറമാണ്. അതുപോലെ പേരയ്ക്ക് ഓവൽ ഷേപ്പാണ്, മണമുണ്ട്, പച്ച നിറമാണ്. ചെമ്പരത്തി ആകുമ്പോൾ ഓവൽ ഷേപ്പ്, പക്ഷെ അറ്റം വന്ന് കൂർത്തിട്ടായിരിക്കും. അങ്ങനെ ഇലകളുടെ പ്രത്യേകതകൾ ലിസ്റ്റ് ചെയ്യുക. ഇതിൽ നിന്നും എന്തൊക്കെ പ്രത്യേകതകളാണ് കോമൺ ആയിട്ടുള്ളത്? നിറത്തിൽ വൈവിധ്യമുണ്ട്, ആകൃതിയിൽ വൈവിധ്യമുണ്ട്, അതുപോലെ തന്നെ വലിപ്പം, ഗന്ധം, സിരാവിന്യാസം എന്നിവയിലേക്കും ഇലകൾക്ക് വൈവിധ്യമുണ്ടെന്നുള്ള പോയിന്റിലേക്ക് എത്തിച്ചേരുക. പിന്നെ ഇല ചിത്രം വരയ്ക്കാൻ, അതുപോലെ തന്നെ ഇല ഒട്ടിക്കാൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 17 പൂക്കളെ കുറിച്ചുള്ളതാണ്. പൂക്കളുടെ വൈവിധ്യം, പൂക്കളുടെ പ്രത്യേകതകൾ, പ്രയോജനങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്, അവയുടെ പേരെഴുതാനായിട്ട്. അപ്പോൾ റോസ, കണിക്കൊന്ന, മുല്ലപ്പൂവ്, പത്തുമണിപ്പൂവ്, സീനിയ, ജമന്തി എന്നിവയാണ് ആ പൂക്കൾ. പൂക്കളുടെ പ്രയോജനം നോക്കുമ്പോൾ തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു, ഗന്ധം പരത്തുന്നു, പെർഫ്യൂമുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ചില പൂക്കളിൽ വിത്തുണ്ട്, ആ വിത്താണ് പിന്നീട് അടുത്ത തലമുറയായിട്ട് മാറുന്നത്. ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു, ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ പൂക്കൾക്കുണ്ട്. ആ പ്രത്യേകതകൾ അവിടെ ലിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജ് നമ്പർ 18 സസ്യഭാഗങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ. ഇലയാവുമ്പോൾ ചെടിക്ക് വേണ്ട ആഹാരം പാചകം ചെയ്യുന്നു. വേര് ചെടിക്ക് ആവശ്യമായ ജലവും ലവണങ്ങളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു, ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. തണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് സ്റ്റെമ്മാണ്. ഇലകൾ, പൂക്കൾ എന്നിവ വിന്യസിച്ചിരിക്കുന്നതും തണ്ടിലാണ്. പേജ് നമ്പർ 18 തന്നെ താഴ്ഭാഗത്തായിട്ട് ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് അവയുടെ പ്രത്യേകതകൾ? കള്ളിമുൾ ചെടിയുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അവയുടെ പ്രത്യേകത നോക്കുമ്പോൾ ജലം കുറവുള്ള സ്ഥലങ്ങളിലാണ് അവ വളരുക. വേരുകൾ ആഴത്തിൽ മണ്ണിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവ പടർന്ന് വളരുകയാണ് ചെയ്യുന്ന വേര്. ഇലകൾക്ക് പകരം മുള്ളുകളാണുള്ളത്, സ്പൈൻസ്. തണ്ടിൽ ജലം ശേഖരിക്കുന്നു. അങ്ങനെ ധാരാളം കഴിവുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന സസ്യങ്ങൾക്കുണ്ട്. ഡെസേർട്ട് ലില്ലി, ഡെസേർട്ട് സൺഫ്ലവർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പോർഷനാണ് പൂക്കാത്ത സസ്യങ്ങൾ. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? തന്നിരിക്കുന്ന 4 ചെടികളിലും പൂവുണ്ടാകുന്നില്ല. ആദ്യം നമ്മൾക്കറിയാം പന്നൽ, അതായത് ഫേൺസ് ആണ്. സെക്കൻഡ് കോണിഫർ, തേർഡ് മോസ്, അതായത് പായൽ, 4ാമത് സൈക്കസ് എന്ന് വെച്ചാൽ ഈന്താണ്. അപ്പോൾ ഇവയിലൊന്നും പൂവുണ്ടാകുന്നില്ല. പൂക്കൾ ഉണ്ടാകാത്ത സസ്യങ്ങളിൽ പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനുള്ള മെത്തേഡാണ് കോൺസ്. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് പൈൻ ട്രീ, സെഡാർ, അതായത് ദേവദാരു. ചില പൂക്കാത്ത സസ്യങ്ങൾ കോൺസിനും വിത്തിനും പകരമായിട്ട് അവർക്ക് സ്പോർസ് ആണുള്ളത്. അങ്ങനെയാണ് അവർക്ക് പുതിയ ചെടികൾ ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് ഫേൺസ്, അതായത് പന്നൽ, മോസസ്, അതായത് പായൽ. പിന്നെ ഒരു എക്സാമ്പിളാണ് ലൈക്കൺസ്.
പേജ് നമ്പർ 18 നീലക്കുറിഞ്ഞിയെ കുറിച്ചൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നു. വിരിയുന്ന പൂവ് കേടുകൂടാതെ 3 മാസം വരെ നിലനിൽക്കുന്നു. നീല നിറമാണ്. നീലഗിരി മലകൾക്ക് ഈ പൂവിൽ നിന്നാണ് പേര് ലഭിച്ചത്. ഇനി അടുത്ത പേജ് വരുമ്പോൾ പേജ് നമ്പർ 19 സസ്യങ്ങൾ അവയുടെ പ്രയോജനങ്ങളും. തണൽ നൽകുന്നു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും വാസസ്ഥലം നൽകുന്നു. ഓക്സിജൻ നൽകുന്നു. ആഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പ്രകൃത്യാ തന്നെ ചെടികൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷം ശുദ്ധമാക്കുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ സസ്യങ്ങൾക്ക് ഉണ്ട്. പിന്നീട് പേജ് നമ്പർ 21 അവിടെ വിലയിരുത്താം എന്നുള്ള പ്രവർത്തനത്തിൽ പൂക്കൾക്ക് നിറം കൊടുക്കാനുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇതിൽ ചെമ്പരത്തി, താമര, മുല്ല എന്നീ ചെടികളാണുള്ളത്. അപ്പോൾ അതിൻ്റെ പൂക്കൾക്ക് നിറം കൊടുക്കുമ്പോൾ മുല്ലപ്പൂവിന് എന്താണെങ്കിലും വൈറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റ് പൂക്കൾക്ക് പല നിറത്തിൽ അവൈലബിൾ ആണ്. ഈ ആക്ടിവിറ്റി ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ, പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ എന്നിവയിലേക്കുള്ളതാണ്. ഒരു നിറത്തിൽ മാത്രം തുമ്പ, മുല്ല, കണിക്കൊന്ന, നന്ദ്യാർവട്ടം, പാരിജാതം, കോളാമ്പിപ്പൂവ് എന്നിവയൊക്കെ ആ ഒരൊറ്റ നിറത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതേസമയം ചെമ്പരത്തി, ചെത്തി, റോസ, ശംഖുപുഷ്പം, പത്തുമണിച്ചെടി അവയൊക്കെ പല നിറത്തിൽ അവയുടെ പൂക്കൾ നമുക്ക് കാണാം.